പ്രഗ്നൻ്റ് ആയ പിന്നെ ഈ വഴിയിലോട്ടുള്ള പോക്കൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ദേ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഓരോന്നായിട്ട് കാലിയായിക്കൊണ്ടിരിക്കുന്നു. ഗ്രോ ബാഗുകളൊക്കെ ദേ അവിടെ ഇവിടേക്ക് ആയിട്ട് വെറുതെ മണ്ണ് മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് എന്താണോ അതൊക്കെ അങ്ങ് പറിച്ചങ്ങ് എടുക്കാം. ഹോസ്പിറ്റലൊക്കെ പോകാനുള്ള ഡേറ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണേ. അപ്പോഴാണെങ്കിലോ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. മുളക് തൈലൊക്കെ ദേ അത്യാവശ്യം പൂക്കൾ കൊണ്ടൊക്കെ നിറഞ്ഞു വരുന്നു. ഇഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ളതെല്ലാം അങ്ങ് നുള്ളിപ്പറിച്ചെടുത്ത് ഇന്നത്തേക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഇലക്രൂസൊക്കെ നിന്നത് കൊണ്ട് ഇന്നത്തേക്കുള്ള തോരനുള്ളൊരു വകയായി. അങ്ങനെ വന്നപ്പോഴാട്ടോ ഈ മുളക് തൈയിൽ നിറയെ മുളക് നിൽക്കണു. എല്ലാം തന്നെ പഴുത്ത് അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം പറിച്ചെടുത്തു. ഇത് എത്ര നാളായിരുന്നോ ഇവിടെ ഇങ്ങനെ നിൽക്കണു. ഇതും ഒരു തരം ചീരയാണ് കേട്ടോ, അതും ഞാൻ പറിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അവിടെ ഇവിടെ നിന്ന് ചീരയിൽ നിന്നും ഒക്കെ ഓരോന്നൊക്കെ എന്തൊക്കെയോ പറിച്ചെടുത്ത് ഈ ഒരു പാത്രം നിറച്ചുകൊണ്ട് കേട്ടോ. എന്തായാലും ഞാനങ്ങോട്ട് ഹാപ്പി ആയിട്ടുണ്ട്. ഇത്രയോ കിട്ടുമെന്ന് വിചാരിച്ചല്ല. തിരികെ വരുമ്പോൾ നല്ല മഴയാണ്. 3-4 ദിവസം കൂടുമ്പം ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നു എന്നല്ലാതെ ഈ ഭാഗത്തോട്ടൊന്ന് തിരിഞ്ഞ് നോക്കാറ് പോലും ഇല്ല കേട്ടോ. എന്നിട്ട് തന്നെ ഇതൊക്കെ ഇത്രയും കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു തോരനൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ച് ടൈമൊക്കെ ആയി. അങ്ങനെ ചോറൊക്കെ വിളമ്പി നല്ല ചൂടുള്ളതുകൊണ്ട് പ്ലേറ്റ് ഫുള്ളാക്കി നിരത്തിയിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് പുതിയ പ്ലേറ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വാങ്ങിയതേ ഉള്ളൂ. തോരനൊക്കെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. അവിയലും ഉണ്ട്, മീൻ വറുത്തതുണ്ട്, വെണ്ടയ്ക്കൊക്കെ കറിയൊക്കെ വെച്ചതുണ്ട് കേട്ടോ. എന്നാലും അടിപൊളി ഒരു ഊണ്.